നല്ല ക്രിസ്പി ഗോബി ഫ്രൈ ചവക്കുന്ന സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. പൊരിച്ചിട്ടതേ ഓർമ്മയുള്ളൂ, പിന്നെ കണ്ടത് ഈ കാലി പ്ലേറ്റാണ് ഗൈസ്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. തട്ടുകടകളിലും ഫെസ്റ്റുകളിലും താരമായ ഈ ഒരു ഗോബി ഫ്രൈയിലെ, അതായത് കോളിഫ്ലവർ ഫ്രൈ, ഇത് വീട്ടിലുണ്ടാക്കിയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലില്ലേ അതിനേക്കാളും സൂപ്പറായിട്ട് വീട്ടിലുണ്ടാക്കാമെന്ന് ഇത് ഉണ്ടാക്കിയപ്പോഴാന്നിട്ട് ഞാൻ പഠിച്ചത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 kg കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലീഫി പാർട്ടൊക്കെ കളഞ്ഞ് അതിൻ്റെ ആ ഒരു തടിച്ച ആ ഒരു തണ്ടില്ലേ അതും കളഞ്ഞെടുക്കാം. പിന്നെ ബാക്കിയുള്ള പീസൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കാം. ഒരു പറ്റുന്നത്ര ചെറിയ പീസാക്കി എടുത്തോട്ടെ. പിന്നെ കൂടുതൽ ചെറുതാക്കിയിട്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലാക്കണ്ട. ഞാൻ ഇതിൽ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ എടുത്ത ഈ ഒരു ക്വാണ്ടിറ്റിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോളിഫ്ലവർ എത്രയാണോ അതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാനൊന്ന് ശ്രദ്ധിക്കണേ. ഇനി കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ പീസാക്കി വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതൊന്നുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 3 മിനിറ്റ് മാത്രം അതിലൊന്ന് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞ ഉടനെ അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. ഇതിനു മുമ്പായിട്ട് കോളിഫ്ലവർ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്തിന് കേട്ടോ. വാഷ് ചെയ്തെടുത്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ബാറ്റർ റെഡിയാക്കുക. ഒരു 6 ടേബിൾ സ്പൂണ് അരിപ്പൊടി, പിന്നെ ഒരു 5 ടേബിൾ സ്പൂണ് കടലപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് റവ, അതായത് തരി, പിന്നെ കോൺഫ്ലോർ എടുക്കുക ഒരു 2.5 ടേബിൾ സ്പൂണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണ് വിനെഗർ, പിന്നെ ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മല്ലി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഞാൻ ഒഴിവാക്കിയതുമായ സാധനങ്ങളാണ്. പച്ചമുളകും പെരുംജീരകപ്പൊടിയും. പെരുംജീരകം വറുത്ത് പൊടിച്ച പൊടി, അത് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക് ഞാൻ കുട്ടികൾ കടിക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെള്ളാറാൻ വെച്ച കോളിഫ്ലവർ പീസെല്ലാം ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചെറുതായി ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഇങ്ങനെ പവർ കൊടുത്ത് മിക്സ് ചെയ്യണ്ട, അപ്പോൾ കോളിഫ്ലവറൊക്കെ പൊടിഞ്ഞു പോവും. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടാക്കുക. ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നിച്ച് ഇടാൻ പാടില്ല, അപ്പോൾ ഒട്ടിപ്പിടിക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ എല്ലാം പൊരിച്ചെടുക്കാം. അപ്പുറം ഇപ്പുറവും തിരിച്ച് മറിച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ പൊരിച്ചെടുക്കണം. പിന്നെ വെച്ചാലില്ലേ, ഇത് എണ്ണയിലേക്ക് ഇട്ട ഉടനെ ഒന്ന് തുടരുട്ടോ. അതിൽ പിടിച്ച മസാലയെല്ലാം എണ്ണയിലേക്ക് അളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിക്കഴിഞ്ഞാൽ മാത്രം, അല്ലെങ്കിൽ കുറച്ചൊന്ന് കളർ മാറിക്കഴിഞ്ഞാൽ മാത്രം തിരിച്ചിടാം കേട്ടോ. ഇതിൽ ഓരോ മൈന്യൂട്ട് പോയിൻറ്റ്സും ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കണ്ട. ബിലീവ് മീ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ആക്കി. ഫസ്റ്റ് ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം.
അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് പോകാൻ കേട്ടോ സെക്കൻഡ് ബാച്ച് റെഡിയാക്കാൻ. ഞാനങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചൊരു ക്രിസ്പിനെസ് കുറവുണ്ടായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് സെക്കൻഡ് ബാച്ച് മുതൽ റെഡിയാക്കിയത്. അപ്പോൾ നിങ്ങളെ എന്താ പറയുക, ക്രിസ്പിനെസ് കുറവുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ്, അങ്ങനെ എരിവ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കീറിയിട്ടതും ചേർത്ത് കൊടുത്തിട്ട് ഒന്നിച്ച് കോരിയെടുക്കാം. അങ്ങനെ മുരിഞ്ഞ കോളിഫ്ലവർ ഫ്രൈ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.